ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മുതലാളിമാർ ഇറക്കിയ ക്യാപിറ്റലിൻ്റെ മേലെ കമ്പനി അവർക്ക് എന്ത് കൊടുക്കുകയാണ്? ഇൻട്രസ്റ്റ് കൊടുക്കണം. അതെന്തിനാണ് കൊടുക്കേണ്ടത്? കാരണം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓണേഴ്സ് അല്ലേ, ഓണർ എ ഉണ്ട് ആൻഡ് ബി, രണ്ടാൾക്കാർക്ക് എന്ത് ചെയ്തു, അവരുടെ കയ്യിൽ ഒരു 1,00,000 റുപ്പീസ് ഇയാളുടെ കയ്യിലുണ്ട്, 1,00,000 റുപ്പീസ് ഇയാളുടെ കയ്യിലുണ്ട്. ഈ 1,00,000 റുപ്പീസ് അവരുടെ സേവിങ്സാണ്. ഈ സേവിങ്സ് അവർക്ക് മൾട്ടിപ്പിൾ എന്തുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് എന്തുണ്ട്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ അവർക്ക് ഈ സാധനം എന്ത് ചെയ്യാം, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഒരു ബിസിനസ് തുടങ്ങാം. ഓർ ഇവർക്ക് രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്. എന്താ രണ്ടാമതൊരു ഓപ്ഷന്? ഇവർക്ക് എന്ത് ചെയ്യാം, ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അവർക്കിനി മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്. എന്താ മൂന്നാമതൊരു ഓപ്ഷന്? അതിന് എന്തെങ്കിലും ഗോൾഡോ ലാൻഡോ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് വാങ്ങിയിടാം. ലാൻഡോ ഗോൾഡോ എന്ത് വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, വാങ്ങിക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസുകൾ അവർക്കുണ്ട്. ആ ഓപ്ഷൻസ് ഏതെങ്കിലും ഒരെണ്ണിൽ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് മിസ്സാവുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇവിടെ ശരിക്കും അവർക്ക് ഏറ്റവും റിസ്ക് കുറവുള്ളത് എവിടെ ഇടുമ്പോഴാണ്? ബാങ്കിൽ ഇടുമ്പോഴാണ്. കാരണം ബാങ്കിൽ ആ പൈസ കൊണ്ടിട്ട് തന്നെ അവർക്ക് ഈസി ആയിട്ട് എന്തിട്ടും ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷേ ബിസിനസ്സിൽ കൊണ്ടിട്ടാൽ റിസ്ക് കൂടുതലാണ്. കാരണം പ്രോഫിറ്റാണ് കിട്ടാനുള്ളത്. അത് മേ ഓർ മേ നോട്ട്. ലാൻഡിലും ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ചിലപ്പോൾ അപ്രീസിയേഷൻ വന്നേക്കാം, ചിലപ്പോൾ ഡിപ്രീസിയേഷൻ വന്നേക്കാം. രണ്ടിനും സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ സപ്പോസ് ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നെടുക്കുമ്പോൾ മിസ്സാണ് ബാക്കിനെ വിളിക്ക് പേരാണത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടായതുകൊണ്ട് അവർ പറയും ഞങ്ങൾ ബിസിനസ്സിലേക്ക് ഇറക്കാണ്, മിനിമം ഞങ്ങൾക്ക് എന്ത് കിട്ടണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടണം. അതേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ അതാണ്. രണ്ടാമത്തെ വേറെ കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ, ഇപ്പോൾ ഇവിടെ 2 പേര് ഈക്വലിയാണ്, പക്ഷെ ഒരാൾ 10 lakh ഇറക്കി, ഒരാൾ 1 lakh ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ വേരിയേഷൻ ഉണ്ട്. ചിലപ്പോൾ പ്രോഫിറ്റ് ഷെയറിങ് ഈക്വലി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരാളുടെ ഹ്യൂജ് എമൗണ്ട് ഇറക്കി മറ്റുള്ള കുറച്ചുള്ളൂ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യണം എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിസം. എനിവേ അപ്പോൾ എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? ഓണേഴ്സ് ഇറക്കി ബിസിനസ്സിലേക്ക് ഇറക്കിയ പൈസക്ക് ബിസിനസ് കമ്പനി ഓർ സ്ഥാപനം എന്ത് ചെയ്യാണ്, അവർക്കൊരു ഇൻട്രസ്റ്റ് കൊടുക്കണം. അവരുടെ ക്യാപിറ്റലിൻ്റെ മേലെ റിട്ടേൺ ആയിട്ട് അവർക്ക് എന്ത് കൊടുക്കുകയാണ്? ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ നമ്മുടെ ബിസിനസ്സിലേക്കല്ലേ അവർ ഇറക്കിയിട്ടുള്ളത്? ആണ്, ബിസിനസ്സിലേക്കാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്? ഇറക്കിയിട്ടുള്ളത്. നമ്മുടെ ബിസിനസ് അവർക്ക് എന്ത് ചെയ്യാണ്? റിട്ടേൺ ആയിട്ട് കൊടുക്കുകയാണ്. കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് ബിസിനസ്സിനെ നോക്കുകയാണെങ്കിൽ എക്സ്പെൻസാണ്. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? ബിസിനസ്സിന് അത് എക്സ്പെൻസാണ്. പാർട്ട്നേഴ്സിന് ആ സാധനം എന്താണ്? ഇൻകം. അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്ക് അതെന്താണ്? ഇൻകമാണ്. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ബിസിനസ്സിന് അതെന്താണ്? എക്സ്പെൻസാണ്. നമ്മൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യേണ്ടത് ഏതാണ്? ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അപ്പോൾ നമുക്കത് എക്സ്പെൻസ് ആണ്. ഏത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമ്മൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് എക്സ്പെൻസ്. എന്താണ് നമുക്ക്? ബിസിനസ്സിന്. കാരണം നമ്മൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടൻ്റ് ആണ്, നമുക്ക് എന്താണ്? എക്സ്പെൻസ് ആണ്. ഇനി എക്സ്പെൻസ് ആയിട്ടുള്ള ഈ സാധനം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എമൗണ്ട്. എന്താണ്? ക്യാപിറ്റൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു മന്ത് ബൈ 12. ഇതിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായിരിക്കും. സപ്പോസ് നമ്മളിവിടെ മന്തിലല്ല വീക്കിലാണ് നമ്മൾ കാണേണ്ടതെങ്കിൽ ഈ സാധനം ചേഞ്ച് ചെയ്യും. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഇൻറ്റു വീക്ക്. എന്താണ്? ഇൻറ്റു വീക്ക് ബൈ 52. ഓക്കെ. ഓർ അത് ഡേയ്സിലാണെന്നുണ്ടെങ്കിലോ ആ സമയത്ത് എന്തായിരിക്കും? ഇൻറ്റു എത്ര ഡേയ്സ് ആണോ നമ്മൾക്കാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്, ഡേയ്സ് ബൈ 365. ഓർ ലീപ്പ് ഇയർ ആണെങ്കിൽ 366. നോർമലി നമ്മൾ ഏതിലാണ് ഇക്വേഷൻ പറയാം? മന്തിലാണ്. അതുകൊണ്ടാണ് അവിടെ മന്ത് ബൈ 12 കൊടുത്തത്.
നമുക്ക് ചെറിയൊരു കേസ് നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് എന്ത് ഈസി ആയിട്ട് പഠിക്കാം. നമ്പർ 1, ഫസ്റ്റത്തെ കേസ്. A and B are sharing profits and losses in the ratio of 2:1. The capital of 1st April 2022 was 1 lakh rupees for A and 80,000 for B. Net profit for the year 12,000. Calculate interest on capital at 5% per annum for the year ending 31st March 2023 and show necessary journal entries. അപ്പോൾ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തൊക്കെ ചെയ്യാനുള്ളത്? സോറി. നമ്പർ 1, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. നമ്പർ 1 എന്ത് കണ്ടുപിടിക്കണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമ്പർ 2, എന്താ നമ്പർ 2? ജേണൽ എൻട്രീസ് എഴുതണം. ഓക്കെ, 2 സാധനങ്ങളാണ് നമുക്കിവിടെ വേണ്ടത്. ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണ് ഇക്വേഷൻ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു മന്ത് ബൈ 12. ഈ സാധനം എന്ത് ചെയ്യും? വേരി ചെയ്യും. അപ്പോൾ ഇവിടെ എൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിരുന്നാണ് ഫസ്റ്റ് നമ്മൾ എൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എൻ്റെ ക്യാപിറ്റൽ എത്രയാണ്? റുപ്പീസ് 1 lakh ഇൻറ്റു റേറ്റ് എത്രയാണ്? 5%. അപ്പോൾ 5/100. ഇനി അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 5% ഒന്ന് അടിക്കാം. ഓക്കെ, ഇൻറ്റു എത്ര മാസത്തിനാണ് കാണുന്നത്? ക്യാപിറ്റൽ 1st April ആയതുകൊണ്ട് തന്നെ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഫോർ 12 months. അപ്പോൾ 12/12 എത്ര എമൗണ്ട് ഉണ്ടാവുക? 5,000. ഇനി ബി എന്താ? ബിൻ്റെത് 80,000 ആണ്. എന്ത്? ക്യാപിറ്റൽ. എന്താണ്? 80,000 ആണ് ക്യാപിറ്റൽ. അത് 5/100 റേറ്റ് ഓർ നമുക്ക് എന്തടിക്കാം? 5%. നേരെ എങ്ങനെ അടിക്കണമെങ്കിൽ ഇങ്ങനെ അടിക്കാം, കുഴപ്പമില്ല. ഇൻറ്റു 12/12 എത്ര ഉണ്ടായിരിക്കും? 4,000. നെക്സ്റ്റ് നമ്മളോട് ഇതിനെന്താ പറഞ്ഞത്? ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ജേണൽ എൻട്രി എഴുതുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ പൈസ നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? നമ്മൾ നോക്കണം. അവിടെ നമ്മൾ നോക്കുക, പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ വരച്ചു നോക്കണം ആദ്യം. അതായത് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ വരച്ചു നോക്കുമ്പോൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അതിൽ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് എത്ര? 12,000. 12,000 ഉണ്ട്. നമുക്ക് ടോട്ടൽ എത്ര കൊടുക്കേണ്ടത്? 9,000. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പം എന്തില്ല? കുഴപ്പമില്ല. ഇഫ് പ്രോഫിറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു പേ, ആദ്യം നമ്മൾ എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആദ്യം കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട്. അപ്പോൾ ഇവിടെ എക്കും ബിക്കും 5,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും 4,000 കൊടുക്കും. ടോട്ടൽ 9,000. ബാലൻസ് 3,000 ആണ് അവരുടെ പ്രോഫിറ്റ്. അത് ട്രാൻസ്ഫർ ടു ഏതാണ്? പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു എ ക്യാപിറ്റൽ ആൻഡ് ബി ക്യാപിറ്റൽ. എത്ര ഉണ്ടാവുക? 2,000 ആൻഡ് 1,000. അപ്പോൾ ഇവിടെ നമുക്ക് ജേണൽ എൻട്രി ചെയ്താൽ കുഴപ്പമില്ല. കാരണം കൊടുക്കാൻ എന്തുണ്ട്? പൈസ സഫീഷ്യൻ്റ് ആണ്. അത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ വരക്കണമെന്നുണ്ടോ? ഇല്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നെറ്റ് പ്രോഫിറ്റ് എടുക്കുക 12,000. ടോട്ടൽ എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാനുള്ളത്? 9,000. അത് ലെസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, 3,000. എന്നാലും പ്രോഫിറ്റ് ബാലൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് പറയാം? there are sufficient profit for giving interest on capital. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാം. നമുക്ക് ജേണൽ എൻട്രി പാസ് ചെയ്യാം. എന്ത് ജേണൽ എൻട്രിയാണ് പാസ് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കൊടുക്കുന്നു. അക്കൗണ്ട് ഡെപ്റ്റർ ടു എക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? എസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? എ ക്യാപിറ്റൽ
അക്കൗണ്ട്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബി ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. എത്ര വരെ ഇവിടെ 5000. ഓക്കെ, ഇനി അതേപോലെ ആയിരുന്നു നമ്മൾ എഴുതും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എഴുതും എത്ര 4000 ആൻഡ് 4000. പക്ഷെ ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ക്ലബ് ചെയ്തിട്ട് ഒറ്റ ജേണൽ എൻട്രി ആക്കിയിട്ട് എഴുതാം. എങ്ങനെ നമ്മൾ ഒരൊറ്റ സിംഗിൾ ജേണൽ എൻട്രി ആക്കിയിട്ട് എഴുതാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്തും 5000 എക്ക് 4000 ബിക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എത്ര കൊടുത്തു 9000. അപ്പോൾ ഇവിടെ എന്താ ചെക്ക് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ത് നോക്കണം, ആ പ്രോഫിറ്റ് നമ്മളെ കയ്യിൽ സഫിഷ്യൻ്റ് ആണോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ. സഫിഷ്യൻ്റ് ആണെങ്കിൽ ആ ഫുൾ പൈസ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാം. അപ്പോൾ സപ്പോസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ല സാറേ അപ്പോൾ അത് സഫിഷ്യൻ്റ് ക്യാപിറ്റൽ ഇല്ലെങ്കിലോ, അതായത് പ്രോഫിറ്റ് ഇല്ലെങ്കിലോ. ആ പ്രോഫിറ്റ് സഫിഷ്യൻ്റ് അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻ, ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവും പക്ഷെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ ചിലപ്പോൾ അതിമാത്രമുള്ള പ്രോഫിറ്റ് നമുക്ക് ആ വർഷം കിട്ടിയെന്ന് വരില്ല. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. 2:1 ആണ് നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, 1 lakh ക്യാപിറ്റൽ 80,000, പ്രോഫിറ്റ് എത്രയേ ഉള്ളൂ 6,000. എത്രയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5%. അപ്പോൾ നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്ര ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു മന്ത് ബൈ 12. ഓക്കെ, അപ്പോൾ ഇവിടെ എക്ക് എത്ര ഉണ്ടായിരുന്നത്, എ ഈസ് ഈക്വൽ ടു 1 lakh ഇൻറ്റു 5/100 into 12/12, that means 5000. ഇനി ബിക്ക് എത്ര ഉണ്ടായിരുന്നത് ഇവിടെ, ബിക്ക് ഉണ്ടായിരുന്നത് എത്രയാണ് 80,000 ക്യാപിറ്റൽ ഇൻറ്റു 5/100 ഇൻറ്റു 12/12 ഈസ് ഈക്വൽ ടു 4000. അങ്ങനെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര കൊടുക്കേണ്ടത്, ഈക്വൽ ടു 9000. ഇനി നമ്മൾ സഫിഷ്യൻസി ചെക്ക് ചെയ്ത് നോക്കണം. നെറ്റ് പ്രോഫിറ്റ് 6000 ആണുള്ളത്, ലെസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 9000 കൊടുത്താൽ നമ്മളെ സ്ഥാപനം എങ്ങോട്ട് പോകും, ലോസിലേക്ക് പോകും. നമ്മളെ സ്ഥാപനം എങ്ങോട്ട് പോകും, ലോസിലേക്ക് പോകും. ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റുമോ, ഇല്ല. ഇവിടെ ഇൻസഫിഷ്യൻ്റ് ആണ് നെറ്റ് പ്രോഫിറ്റ്. ഇവിടെ എന്താണ്, പ്രോഫിറ്റ് ഇൻസഫിഷ്യൻ്റ് ആണ്. അപ്പൊ പ്രോഫിറ്റ് ഇൻസഫിഷ്യൻ്റ് ആയതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ ഇവിടെ മാക്സിമം നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുള്ളൂ, അപ് ടു 6000. എത്ര കൊടുക്കാൻ പറ്റുള്ളൂ 6000. അല്ല സാറേ നെറ്റ് പ്രോഫിറ്റ് ആണോ നോക്കുക. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ ഏത് കൂട്ടാ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കൂട്ടാം, പാർട്ട്നർ സാലറി കുറച്ചിട്ട് പാർട്ട്നേഴ്സ് കമ്മീഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇവിടെ വേറെ ഒന്നും കുറക്കല്ലാത്തതുകൊണ്ടാണ് ഞാനത് കുറക്കാത്തത്. അതൊക്കെ കുറച്ചിട്ടും പിന്നെ ഏത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സും ആഡ് ചെയ്തിട്ട് വരുന്ന എമൗണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അത് സഫിഷ്യൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ അത് സഫിഷ്യൻ്റ് അല്ലല്ലോ, അല്ല. അപ്പോൾ ഇവിടെ മാക്സിമം എത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ, 6000 വരെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് നമുക്ക് എന്ത് ചെയ്യും, ഈ 6000നെ ക്യാപിറ്റൽ പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. എന്താ ചെയ്യുക, നമ്മൾ ഈ 6000നെ ക്യാപിറ്റൽ പ്രൊപ്പോർഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എക്കും ബിക്കും എത്രയാണ് കിട്ടുക, എക്കും ബിക്കും മാക്സിമം എത്രയേ കിട്ടുള്ളൂ, 6000 ഉണ്ട് സി ഇൻറ്റു ക്യാപിറ്റൽ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, 1 lakhും 80,000ഉം. 1,80,000 മീൻസ് എത്രയാണ്, 10/8. എന്താണ് 10/8. എത്ര 10/8 ഉണ്ടാവുക, 6000 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 8 അല്ല, എത്ര ഉണ്ടാവുക 18. 10 ഡിവൈഡഡ് ബൈ 18 എത്ര ഉണ്ടായിരിക്കും, 3333. ബിക്ക് എത്ര കിട്ടും, 6000 ആണുള്ളത് ഇൻറ്റു എത്ര കിട്ടുക, 8 ഡിവൈഡഡ് ബൈ 18 എത്ര ഉണ്ടാവുക,
6000 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 18 2666 അല്ലെങ്കിൽ 2667. ഓക്കെ, അപ്പോൾ സഫിഷ്യൻ്റ് ആണെങ്കിൽ ഫുള്ള് നമ്മൾ കൊടുക്കൂ, ഇൻസഫിഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് ആ ഫുള്ള് കൊടുക്കൂല, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊടുക്കുള്ളൂ. അപ്പം ഇനി ഇവിടെ എന്ത് ജേണൽ എൻട്രിയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക? ജേണൽ എൻട്രി എന്താ? ജേണൽ എൻട്രി എഴുതുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു എ ക്യാപിറ്റൽ ടു ബി ക്യാപിറ്റൽ. എത്ര ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത്? 6000 ആയിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. അതിൽ എക്ക് എത്ര ആയിട്ട് കൊടുക്കും? നമ്മൾ 3333 ആൻഡ് 2667. ഈ സാധനം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം, ഓർ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബൈ വേ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ്, സപ്പോസ് ലോസ് ആണ്. സപ്പോസ് ലോസ് ആണ്, ഇൻസഫിഷ്യൻറ്റ് ഫണ്ടാണ്. അപ്പം ലോസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണോ? നോ. ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കൂല? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കൂല. ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കൂല? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കൂല. ഓക്കെ, ഒരു ചെറിയ സിറ്റുവേഷൻ കൂടി നോക്കാം. ഒരു ചെറിയ സിറ്റുവേഷൻ കൂടി. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്. എന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത് 1 lakh, ബിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇസ് ഈക്വൽ ടു 80,000. ഓക്കെ, എത്ര? എന്റെ ക്യാപിറ്റൽ 1 lakh, ബിന്റെ ക്യാപിറ്റൽ 80,000. ബി ഈസ് എൻടൈറ്റിൽഡ് ടു എ സാലറി. ബി ഈസ് എൻടൈറ്റിൽഡ് ടു എ salary of 500 per month. Okay, and A is entitled to a commission. A is entitled to a commission. എത്ര commission? 1000. എത്ര commission? 1000. Okay, and net profit. Net profit suppose 12,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടത് 5% ആണ്. എത്ര പെർസെൻറ്റേജ്? 5%. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സപ്പോസ് ഇതാണ് സിറ്റുവേഷൻ. ഇവിടെ നമ്മൾ നോക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കണോ? എക്ക് കൊടുക്കേണ്ടത് എത്രയാണ്? 5,000ഉം ബിക്ക് കൊടുക്കേണ്ടത് എത്രയാണ്? 4,000ഉം. അങ്ങനെ ടോട്ടൽ എത്ര കൊടുക്കണം? 9,000 കൊടുക്കണം. ഏത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പക്ഷെ ഇവിടെ നമ്മൾ ഉണ്ടോ ഇല്ല നോക്കണം. എങ്ങനെ നമ്മൾ ഉണ്ടോ ഇല്ല നോക്കുക? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ വരച്ചിട്ട് നോക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. നമുക്ക് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ വരച്ചിട്ടാണെങ്കിൽ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ഈ സൈഡിലാണ് നമ്മൾ എന്ത് പറയാ? നെറ്റ് പ്രോഫിറ്റ്. എത്ര നെറ്റ് പ്രോഫിറ്റ്? 12,000. ഓക്കെ, ഇനി നോക്കുക, സാലറി കൊടുക്കണം ബിക്ക്. അപ്പൊ ബി സാലറി എത്ര? ബി സാലറി 500. ദാറ്റ് മീൻസ് 1 ഇയറിന് എത്ര? 6,000. ഇനി കമ്മീഷൻ കൊടുക്കാണ്ട് യേസ് കമ്മീഷൻ. അപ്പൊ എത്രയുള്ളത്? യേസ് കമ്മീഷന് 1000. ഇനി ഇത് രണ്ടും കുറച്ച് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എന്നിട്ട് ഡിഫറൻസ് നോക്കണം, അത് ടെമ്പററി കൊടുക്കാനുണ്ടോ ഇല്ലയോ. ഇവിടെ 12,000 ആണുള്ളത്. അപ്പോൾ 12,000 7,000 പോയി കഴിഞ്ഞാൽ ഇനി ബാലൻസ് എത്രയേ ഉള്ളൂ? 5,000 ഉള്ളൂ. ഇനി ബാലൻസ് എത്രയേ ഉള്ളൂ? 5,000. പക്ഷെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ എത്ര ഉള്ളത്? 9,000. കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ് ടു എത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ? 5,000. അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വഴി കൊടുക്കാം, ഓർ ബൈ വേ ഓഫ് പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ പ്രൊപ്പോർഷനിൽ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്രയേ കൊടുക്കുക? എക്ക് എ ഈസ് ഈക്വൽ ടു ഒന്നെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വഴി ഓർ ബൈ വേ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും. എത്ര നമ്മൾ കൊടുക്കുക? 5,000ന്റെ ക്യാപിറ്റൽ പ്രൊപ്പോർഷൻ എത്ര ഉണ്ടായിരിക്കും? 5,000 ഇൻറ്റു 10/18. ദാറ്റ് മീൻസ് 2778. ഓക്കെ, ആൻഡ് 5,000 ഇൻറ്റു 8/18. ഓക്കെ, ബിക്ക് എത്ര ഉണ്ടാവുക? 2. അപ്പോൾ ഇത് രണ്ടാണ് എന്ത്? എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എ ആൻഡ് ബി. ഓക്കെ, ആ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ഇവിടെ കാണിക്കുന്നു. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയത്? 5,000 ഇൻറ്റു ക്യാപിറ്റൽ റേഷ്യോ. അത് നമുക്ക് ഫുൾ ആയിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. 1 lakh ഡിവൈഡഡ് ബൈ 1,80,000.
ഓക്കെ. ഇനി ബി ഇതിന് ഷോർട്ടാണ് ഇത് 110/18. ഇനി അതല്ല ഇയാൾക്ക് എങ്ങനെ കൊടുത്തത് 5000 ഇൻറ്റു 8000 ഇൻറ്റു ഡിവൈഡഡ് ബൈ 1,80,000. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂട്ടി കുറച്ചിട്ട് പിന്നെ ഫണ്ട് ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ. ഇത് കൂട്ടി കുറച്ചതിന് ശേഷം ലോസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യണ്ട, കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ, ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കൊടുക്കൂല. ഇനി കൊടുക്കാൻ പ്രോഫിറ്റ് ഉണ്ട് എന്നാൽ സഫിഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ക്യാപിറ്റൽ പ്രൊപ്പോർഷനിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ബൈ വേ ഓഫ് പ്രോഫിറ്റ്. ഓക്കെ അല്ലേ, ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രണ്ടായാലും കുഴപ്പമില്ല. ഓക്കെ.